ക്രിസ്മസിന് എല്ലാവരും വൈൻ ഉപയോഗിക്കാറുണ്ടല്ലോ. നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുപഴം വെച്ചിട്ടുള്ളൊരു വൈനാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്തു വെക്കണേ, നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേഗം തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 കിലോ പഴം എടുത്ത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു 4 ഗ്രാമ്പു, 2 കറുവപ്പട്ട, 5 ഏലക്ക ഇതൊന്ന് ചതച്ച് വെച്ചേക്ക്. ഒരു 100 ഗ്രാം നുറുക്ക് ഗോതമ്പ് പൊടി എടുക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ കിഴി കെട്ടാൻ അറിയായിരിക്കുമല്ലോ. ഇതുപോലെ ഒന്ന് കിഴി കെട്ടി വെച്ചേക്കണേ ആ നുറുക്ക് ഗോതമ്പ് നമ്മുടെ ഭരണിയിൽ ഇടാൻ വേണ്ടിയിട്ടാ കേട്ടോ. നമ്മുടെ ഈസ്റ്റ് റെഡിയാക്കി വെച്ചത് ഒന്ന് എടുത്തു വെച്ചേക്ക് അടുത്ത് തന്നെ. ഭരണി നന്നായി ഒരു വെള്ളത്തുണി വെച്ച് തുടയ്ക്കണം. വെള്ളം നനവോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വൈൻ വേഗം ചീത്തയായി പോകാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വെള്ളത്തുണി വെച്ച് നമ്മുടെ ഭരണി ഒന്ന് തുടയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ പഴത്തിൻ്റെ കൂട്ട് അതിലേക്ക് ഓരോ സ്പൂൺ വൈസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ച 1 കിലോ പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, ഈ സമയത്ത് ഒന്ന് കൂടി കലക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം നേരത്തെ ആറ്റി എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഒരു തടിത്തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. നമ്മുടെ കിഴിയും കൂടി ഇടാൻ മറക്കല്ലേ. തടിത്തവി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തടിത്തവിയിൽ വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമേ തടിത്തവി ഇട്ട് ഇളക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഭരണിയുടെ മൂടി അടച്ച് ഒരു തുണി വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകിട്ടാണ് നമ്മൾ ഇത് വൈൻ ഉണ്ടാക്കാൻ വെക്കുന്നെങ്കിൽ നാളെ അതേ സമയം നാളെ വൈകിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 ദിവസം കൊണ്ട് നമ്മുടെ വൈൻ റെഡിയാവും. 6 ദിവസവും ആ സമയത്ത് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം നമ്മൾ വൈൻ്റെ മൂടി അഴിച്ച് ഇളക്കാൻ തുടങ്ങുമ്പോൾ ക്ലോക്ക് വൈസിൽ തന്നെ ഇളക്കാൻ മറക്കരുത്. എപ്പോൾ ഇളക്കിയാലും നമ്മൾ നമ്മുടെ തടിത്തവി ആണെങ്കിലും ചിരട്ടത്തവി ആണെങ്കിലും നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഇളക്കാൻ. നമ്മൾ നേരത്തെ തന്നെ ഭരണി ആണെങ്കിലും കുപ്പി ആണെങ്കിലും നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആറ് ദിവസം ഇതേപോലെ തന്നെ ഇളക്കിയിട്ട് 7-ാം ദിവസമാകുമ്പോൾ നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും.
ഏഴാമത്തെ ദിവസം നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ ഇളക്കിയിട്ട് അതൊരു വെള്ള തുണിയിലേക്ക് അരിച്ചെടുക്കണം നന്നായിട്ട്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കുപ്പിയിലോ ഭരണിയിലോ ആക്കി നമുക്ക്